ചില ആളുകൾ എന്ത് കാര്യങ്ങളിലും വിജയം കൈവരിക്കുന്നവരായിരിക്കും. അതേസമയം എത്ര കഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നില്ലെന്ന് സങ്കടപ്പെടുന്നവരുമുണ്ട്. പല ഘടകങ്ങൾ ഇതിനു പിന്നിലുണ്ട്. കഠിനാധ്വാനം, വിവേകം, അനുഭവ പരിചയം, സ്വഭാവം എന്നിങ്ങനെ പല ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേരുമ്പോഴാണ് വിജയമുണ്ടാകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ പരാജയമാകും അനുഭവം. പക്ഷേ ഇവ മാത്രമല്ല, നമ്മുടെ ചില ശീലങ്ങളും പരാജയത്തിന് കാരണമാകാറുണ്ട്. ഈ ശീലങ്ങൾ ഉപേക്ഷിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയം കൈവരിക്കാനാകും. വൈകി കിടന്നുറങ്ങുന്നത് മുതൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നീട്ടിവെക്കുന്നതുവരെ വിജയം നേടാനായി ഉപേക്ഷിക്കേണ്ട ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജീവിതത്തിൽ വിജയം നേടിയ വ്യക്തികളുടെ ഒരു പൊതുവായ ശീലമാണ് അവർ വെളുപ്പിന് 4 മണിക്കും 5 മണിക്കും ഇടയിൽ ഉണരുമെന്നുള്ളത്. വിജയ മണിക്കൂർ അല്ലെങ്കിൽ വിക്ടറി ഹവർ എന്നാണ് ഈ ഒരു സമയം പറയപ്പെടുന്നത് പോലും. രാവിലെ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സമയം ലഭിക്കുകയും എന്ത് കാര്യത്തിലും മുൻപിലെത്താൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്നത് മുമ്പ് ഫോണോ ടിവിയോ ഉപയോഗിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതും ഉപേക്ഷിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്. ഫോണിൽ നോക്കുമ്പോഴും ടി വി കാണുമെങ്കിലും എത്ര നേരം വേണമെങ്കിലും സ്ക്രീനിൽ നോക്കിയിരിക്കാൻ നമുക്ക് പറ്റും. അത് ഉറക്കാൻ വൈകാൻ കാരണമാകും. സ്ക്രീൻ നോക്കിയിരിക്കുന്നതിനു പകരം പുസ്തകം വായിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യാം. ആശ്വാസം തോന്നാനും നല്ല ഉറക്കം കിട്ടാനും ഈ ശീലങ്ങൾ സഹായിക്കും. അതുപോലെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആദ്യം ചെയ്യുന്നത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഉടനെ ഫോൺ നോക്കുക എന്നുള്ളതാണ്. ഇത് ഉപേക്ഷിക്കേണ്ട ഒരു ശീലമാണ്. ഉന്മേഷത്തോടെ തുടങ്ങേണ്ട ഒരു ദിവസം അലസമായി തീരാൻ ഈ ശീലം കാരണമാകും. ഫോൺ നോക്കുന്നതിന് പകരം രാവിലെ എണീറ്റാൽ ഉടനെ തന്നെ വെള്ളം കുടിക്കുകയോ ധ്യാനിക്കുകയോ വ്യായാമം ചെയ്യുകയോ ചെയ്യാം. ദിവസം മുഴുവൻ ഊർജ്ജസ്വലതയോടെ ഇരിക്കുവാനും ദിവസം മുഴുവൻ കൃത്യമായി ആസൂത്രണം ചെയ്യാനും ഈ ശീലം നിങ്ങളെ സഹായിക്കും. തിരക്കു പിടിച്ച ഈ ലോകത്ത് മൾട്ടി ടാസ്കിംഗ് അഥവാ പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുവാനുള്ള ഒരു ശീലം സൂപ്പർ പവർ ആയിട്ടാണ് പലരും കണക്കാക്കുന്നത്. എന്നാൽ ഈ മൾട്ടി ടാസ്കിംഗ് നമ്മുടെ ഉൽപാദനക്ഷമത, അതായത് പ്രൊഡക്ടിവിറ്റി 40% കുറയ്ക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനാൽ ജോലിഭാരം നൽകുന്ന മൾട്ടി ടാസ്കിങ്ങിനു പകരം ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. വിജയത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ മറ്റൊരു ശീലമുണ്ട്, കംഫർട്ട് സോണിൽ തുടരുക എന്നുള്ളത്. നമുക്ക് സുഖകരമായ സൗകര്യപ്രദമായ സാഹചര്യത്തിൽ തന്നെ തുടരുക എന്നുള്ള പ്രവണത ജീവിത ലക്ഷ്യങ്ങൾക്കും ഉദ്യോഗപരമായ ലക്ഷ്യങ്ങൾക്കും ഒരു വില്ലനായി തീരും. ഈ ശീലം ഉപേക്ഷിച്ച് തുറന്ന മനസ്ഥിതിയോടെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും റിസ്കുകളുള്ള ജോലികൾ ഏറ്റെടുത്ത് പരീക്ഷിക്കുകയും ചെയ്താൽ തീർച്ചയായും വിജയം കൈവരിക്കുവാൻ സാധിക്കും. ഒരു വ്യക്തി എന്ന നിലയിൽ വളരുവാനായിട്ട് ഈ ഒരു ശീലം നിങ്ങളെ സഹായിക്കും. ഏതൊരു കാര്യവും പെർഫെക്റ്റായി ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് പെർഫെക്ഷനിസം എന്ന് പറയുന്നത്. ഒരു ജോലി ചെയ്യുമ്പോൾ അത് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുവാൻ ശ്രമിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. എന്നിരുന്നാലും ഈ പെർഫെക്ഷനിസം ചിലർക്കെങ്കിലും പരാജയ ഭീതി കൊണ്ടുവരും. നമ്മൾ ഏറ്റെടുത്ത കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം പരാജയത്തിലേക്ക് നയിച്ചേക്കാം. ഇത് റിസ്കുകൾ ഏറ്റെടുക്കുന്നതിൽ നിന്നും ഒരു വ്യക്തിയെ പിന്നോട്ട് വലിക്കും. പെർഫെക്ഷനിസത്തിന് പകരം തെറ്റുകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറാനായിട്ട് ശ്രമിക്കണം.